ഹായ്! ഏവർക്കും ഷരീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും ഡേ 1 മുതൽക്ക് ഡേ 6 വരെയുള്ള പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്തവരെല്ലാം തന്നെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഡേ 1 to ഡേ 6 ഡൺ എന്ന് കമന്റ് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഡേയിലെ വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വളരെ വളരെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആരും അത് മിസ്സാക്കരുത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ വിജയങ്ങൾ നമുക്ക് കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ശീലമാക്കുക എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് തീരത്തില്ല. അത്രയും തന്നെ മഹാത്മ്യം ഉള്ളതാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു ചേഞ്ച് സംഭവിക്കുക തന്നെ ചെയ്യും. അത് 100% ഉറപ്പാണ്. നിങ്ങൾ സിൻസിയർ ആയിട്ടാണ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയാണ് എങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഡേ 7 മാജിക്കൽ പ്രാക്ടീസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ മാജിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക്കൽ വേ ഔട്ട് ഫ്രം നെഗറ്റിവിറ്റി. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസിങ്. അതായത് നെഗറ്റിവിറ്റിയിൽ നിന്ന് നമുക്ക് മാജിക്കൽ ആയിട്ട് പുറത്തേക്ക് വരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുപാടുള്ളവരെ നമ്മളൊക്കെ തന്നെയും ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണല്ലേ. ചിലർക്ക് ഹെൽത്ത് വൈസ് പ്രോബ്ലംസ് ആയിരിക്കും, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലർക്ക് പൈസയുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവും. ചിലർക്ക് ഫിനാൻഷ്യലി അവരൊട്ടും സ്റ്റേബിൾ ആയിരിക്കത്തില്ല. ചിലർക്ക് റിലേഷൻഷിപ്പ്, അച്ഛൻ മക്കളോട്, അല്ലെങ്കിൽ മക്കള് അച്ഛനമ്മമാരോട്, നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ചിലപ്പോൾ ബന്ധുക്കള്, ഫ്രണ്ട്സ്, കൊളീഗ്സ്, അങ്ങനെ പറയേണ്ട ഏത് ടൈപ്പിലുള്ള റിലേഷനിലും ചിലർക്ക് ഭയങ്കര ഇഷ്യൂസ് ആയിരിക്കും അല്ലേ. പിന്നെ ചിലർക്കാണെങ്കിലോ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവും. ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ടാവും, അല്ലെങ്കിൽ ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടാവും, ഉള്ള ജോലിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തവരുണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലുള്ള ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം എന്താണെന്ന്? നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കുറഞ്ഞു പോയതിന്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം തന്നെ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ജീവിതത്തില് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് നല്ല ആരോഗ്യം പടച്ചവൻ തന്ന സമയത്ത്, പ്രപഞ്ചശക്തി നമുക്ക് പൂർണ്ണ ആരോഗ്യം തന്ന സമയത്ത് നമ്മൾ അതിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇനി നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങള്, നമ്മള് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ അതിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് പൈസ, നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അതിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ജോലി നമുക്ക് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ അതിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവിടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ അഭാവമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ ഓരോ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങൾ ആലോചിക്കാനുള്ള പ്രസന്റ് മൊമെന്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക. നമ്മൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ഇനി എന്താ വരാൻ പോകുന്നതെന്നുള്ളത് വിചാരിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് അറ്റ് ദ പ്രസന്റ് മൊമെന്റിലാണ് അല്ലേ. ഈ മൊമെന്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മുടെ മൈൻഡ് എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ, നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. പ്രസന്റിൽ നമ്മൾ ജീവിക്കുക. നമ്മുടെ ഒരു സ്വഭാവമാണ് അല്ലേ, എല്ലാത്തിനും കുറിച്ച് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. നമുക്ക്
നമുക്കൊരു വേദന വന്നാല്, ശാരീരികമായ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന്. റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടായാൽ നമ്മൾ പറയും നമ്മുടെ റിലേഷൻ മാത്രം എന്താ ഇങ്ങനെ ആയി പോകുന്നേ, അങ്ങനെ കുറ്റം പറയും. അതുപോലെ തന്നെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് മാത്രം എന്താ പൈസ ഇല്ലാത്തെ, നമുക്ക് എത്ര പൈസ ഉണ്ടാക്കിയിട്ടും എന്റെ കയ്യിൽ അതൊന്നും നിൽക്കുന്നില്ല, ഞാൻ മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എങ്ങനെ 24 മണിക്കൂറും പിന്നെ നമുക്ക് ജോലി ഉള്ളപ്പോ നമ്മൾ എന്താ പറയാ, എന്തൊരു കഷ്ടപ്പാടാണിത്, എന്തൊരു കഷ്ടപ്പെട്ട ജോലിയാണിത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ കിട്ടിപ്പോയത്, അല്ലെങ്കിൽ ഞാൻ മാത്രം എന്തിനാ ഇങ്ങനെ സഫർ ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ 24 മണിക്കൂറും നമ്മൾ പരാതിയും പരിഭവവും ആയിട്ട് നടക്കുവാണല്ലേ. അവിടെ ഒരിക്കലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവത്തില്ല. നമ്മുടെ അനുഗ്രഹങ്ങൾ അവിടെ എന്താ പറയുന്നേ, നമ്മൾ 24 മണിക്കൂറും ഇങ്ങനെ പരാതി പറയുമ്പം നമ്മൾ പരാതി പറയുന്നതിനെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് വരുന്നത് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്ന ഓരോ നെഗറ്റീവ് തോട്ടും അത് അങ്ങനെ തന്നെ നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും കടബാധ്യതയെ കുറിച്ച് പറയുന്നവന് അവൻ എന്നും കടം മാത്രമേ കാണത്തുള്ളൂ, അവൻ അതിൽ നിന്നൊരു നേട്ടം ഉണ്ടാവത്തില്ല. എപ്പോഴും വിഷമങ്ങളെ കുറിച്ച് പറയുന്നവൻ എപ്പോഴും വിഷമിച്ചുകൊണ്ടേയിരിക്കും, അത് അവന് അതിൽ നിന്നൊരു ഹാപ്പിനെസ് അവന് ഉണ്ടാകത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ 28 ഡേയ്സ് ചലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നുള്ളതും അത് എങ്ങനെയാ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, ഇത് എന്റെ വിധിയാണ്, ഞാൻ ഒരിക്കലും നന്നാവാൻ പോകുന്നൊന്നുമില്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയൊക്കെ പറ്റത്തുള്ളൂ, എന്റെ അവസാനം വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. അങ്ങനെ പറയാൻ പാടില്ല ശരിക്കും പറഞ്ഞാ. അങ്ങനെ നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അത് തന്നെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പരാതി പറയാൻ പാടില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടാവുന്നതിന് മുന്നേ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിന് നമ്മൾ നന്ദി പറയുക. നമുക്ക് പൈസ ഇല്ലാതിരിക്കുമ്പം നമുക്ക് മുന്നേ പൈസ ഉണ്ടായിരുന്നല്ലോ, അത്യാവശ്യ കാര്യങ്ങളെങ്കിലും നമുക്ക് നടന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ കാര്യങ്ങളെല്ലാം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അതിന് നമ്മൾ നന്ദി പറയുക. നമുക്ക് ആരോഗ്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രോബ്ലം നമുക്ക് വന്നാൽ നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആവുകയല്ലേ ചെയ്യാനുള്ളത്. അതിനു മുന്നേ നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ അല്ലേ നമ്മൾ ഇരുന്നത്, ഇത്രയും നാളും നമ്മൾ പൂർണ്ണ ആരോഗ്യത്തിലായിരുന്നല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ അതിന് നന്ദി പറയുക. അതുപോലെ ഇപ്പം ജോബ് വൈസ് നമ്മുടെ ജോലിയിൽ ഒരു പ്രശ്നം ഉണ്ടായി, നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോ, അവിടെ തളർന്നു പോകരുത്. എന്തുകൊണ്ടാ നമുക്ക് ജോലി നഷ്ടപ്പെട്ടത്, അത് നമ്മള് ഗ്രാറ്റിറ്റ്യൂഡിന്റെ അഭാവമാണ്. നമുക്ക് ജോലി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ നന്ദി പറഞ്ഞോ, നമ്മൾ ജോലി ചെയ്തിരുന്ന സമയത്ത്, അപ്പം ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. നമ്മളത് എൻജോയ് ചെയ്യണം ആ ഒരു മൊമെന്റ്. കാരണം അത്രയും നാൾ നിങ്ങൾ വർക്ക് ചെയ്തു, ചിലപ്പോൾ 1 വീക്ക് 2 വീക്ക് അല്ലെങ്കിൽ 1 മന്ത്, അത് നമുക്ക് പ്രപഞ്ചശക്തി തന്ന സമയമാണ്. ആ സമയം നമ്മൾ ആസ്വദിക്കുക, നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കുക. ആ സമയം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആ സമയം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ജോബ് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആ ജോബ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി പറയുക. എനിക്ക് ആ ജോലി ഉണ്ടായിരുന്നതിന് നന്ദി, പ്രപഞ്ചശക്തിക്ക് നന്ദി. അതുപോലെ എനിക്ക് നല്ലൊരു ബോസ് ഉണ്ടായിരുന്നതിന് നന്ദി, എനിക്ക് അവിടുത്തെ എല്ലാ സഹപ്രവർത്തകരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നതിന് നന്ദി. ഇൻ കേസ് സപ്പോർട്ടീവ് അല്ലെങ്കിൽ പോലും 1-2 ആൾക്കാരെങ്കിലും കാണില്ലേ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നേ. അതുപോലെ ആ ജോലി സ്ഥലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ സൗകര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. അപ്പോഴവിടെ എന്താ സംഭവിക്കുന്നത്, ഒരിക്കലും നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കാൻ പാടില്ല, നമ്മൾ നെഗറ്റീവിലേക്ക് പോകരുത്, അവിടെ കൊണ്ട് എല്ലാം സ്റ്റോപ്പായി എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം പ്രപഞ്ചശക്തി നമ്മുടെ ചിലപ്പം ഫ്രീക്വൻസി അതായിരിക്കില്ല, നമ്മൾ ആ ഒരു പൊസിഷനിൽ ഇരിക്കേണ്ട ആളായിരിക്കില്ല. നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആവുമ്പോൾ ഹൈ ഫ്രീക്വൻസിയിലുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മളിലേക്ക് വരുള്ളൂ. അപ്പൊ നിങ്ങൾ അവിടെ മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ജോലിയാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ളത്, അത് നിങ്ങളിലേക്ക് വരും ഉറപ്പായിട്ടും. അങ്ങനെ നമ്മൾ പോസിറ്റിവിറ്റി കണ്ടെത്തുക അതിനകത്ത്. അതുപോലെ ഓരോ കാര്യങ്ങളും, പൈസ നമുക്ക് ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ആ പൈസ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, അതിന് പ്രപഞ്ചശക്തിക്ക് നമ്മൾ നന്ദി പറയുക, അതിന്റെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് വരും. ഒരു പൈസ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കുക, അതിന്റെ ഒരു 100 ഇരട്ടിയായിട്ട് അത് നമ്മളിലേക്ക് തിരിച്ചു വരും.
ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ പോസിറ്റിവിറ്റി കണ്ടെത്തുക, നെഗറ്റിവിറ്റിയെ അപ്പാടെ നമ്മൾ എടുത്തു കളയുക. നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിൽ കൊണ്ടു നടന്നാൽ നമുക്ക് എന്നും വിഷമിച്ച് നടക്കാനേ നമുക്ക് സമയം കാണുള്ളൂ. നമ്മളെ 24 അവേഴ്സും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. എങ്ങനെ നമുക്ക് ഹാപ്പി ആകാൻ പറ്റും? നമുക്ക് നല്ല നല്ല ചിന്തകൾ വരിക, നമ്മുടെ പോസിറ്റീവ് തോട്ടുകളെ നമ്മൾ അവിടെ കൊണ്ടുവരിക. അപ്പം നമുക്ക് നെഗറ്റിവിറ്റിയിൽ നിന്നും പോസിറ്റിവിറ്റിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. 24 അവേഴ്സും നിങ്ങൾ നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാലേ നിങ്ങൾക്ക് വിഷമിക്കാനേ സമയം കാണുള്ളൂ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കാര്യത്തെ തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് അവിടെ യാതൊരു ബെനിഫിറ്റും ഇല്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്കുക. ഓരോ ദിവസവും നന്ദി പറയുക. ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് നന്ദി പറയുക. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് നേട്ടങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ശരിക്കും എപ്പോഴും നമുക്ക് പോസിറ്റിവിറ്റിയാ തരുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുമ്പം പോസിറ്റിവിറ്റി അവിടെ ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുമ്പം അത് നമ്മുടെ ആറ്റിറ്റ്യൂഡായിട്ട് മാറുകയാണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷന്റെ ഭാഗമായിട്ടല്ല, ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ഒരു സ്വഭാവമായിട്ട്, ഒരു ഹാബിറ്റായിട്ട് നമ്മൾ മാറ്റിയെടുക്കുക. നമുക്ക് തന്നെ അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇന്നിപ്പം ഡേ 1 തൊട്ട് ഡേ 6 വരെ പ്രാക്ടീസ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് അവരത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റോറികൾ അവർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ഉറപ്പായിട്ടും. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ഫാക്റ്റാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ചെറിയൊരു കാര്യമായിട്ട് ആരും ചിരിച്ചു തള്ളാൻ പാടില്ല. ശരിക്കും അത് വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ അനുഗ്രഹങ്ങൾ നമ്മളെ തേടി വരുന്ന കാര്യങ്ങളാണ് ഉറപ്പായിട്ടും. അപ്പോൾ എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു ലൈഫ് കോച്ചാണ്, അതുപോലെ തന്നെ മൈൻഡ് പവർ ട്രെയിനറാണ്. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ചോ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടി ചോദിക്കുക. അതുപോലെ തന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എൻ്റെ ക്ലാസ്സുകൾ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ആവുന്നതാണ്. സെപ്റ്റംബറിൽ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ടാക്കും. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ എല്ലാ നന്മയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. എപ്പോഴും എൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളോടൊപ്പം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രാക്ടീസുകളെല്ലാം എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അതെല്ലാം പ്രയോജനപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ നെഗറ്റിവിറ്റി എന്നുള്ള സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണോ നെഗറ്റീവായിട്ടിരിക്കണോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ എപ്പോഴും എനർജറ്റിക് ആയിട്ട്, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പി ആകാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് അവിടെ വേറെ ഒരു വറീസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാകത്തില്ല. അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ നന്മയെ നമ്മൾ ആഗ്രഹിക്കുക. മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പൊ എൻ്റെ വീഡിയോ, ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുകയാണ്, നമ്മൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുകയാണ്. അതെപ്പോഴും മൈൻഡിൽ വെക്കുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഡേ 7 പ്രാക്ടീസ് ചെയ്യുക. ഡേ 8 വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. നാളെ നമുക്ക് വീണ്ടും ഡേ 8 മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.